welcome to Jwara Tuition Center. Today I am going to teach you class 7th basic science wonders of sky. Important question and answers. Observe the picture, check the orbital path of the moon around the earth. The starting position of the lunar eclipse. ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ഏതാണ് ആ പിക്ചറിൽ? ബി ആണല്ലേ. നെക്സ്റ്റ് ദ പൊസിഷൻ ഓഫ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ്. അത് ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്ന സ്ഥാനം എവിടെയെന്നാണ്? അത് സിയിലാണ് വരുന്നത്. ദ പൊസിഷൻ വേർ ദ ലൂണാർ എക്ലിപ്സ് എൻഡ്സ്. ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം ഡിയിൽ. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദ ബോക്സസ് അപ്രോക്സിമേറ്റ്ലി. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമാവാസി അല്ലേ, ന്യൂ മൂണാണ്. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ. ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹാഫ് മൂണാണ്, അർദ്ധ ചന്ദ്രൻ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫ്. എഫിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫുൾ മൂൺ അല്ലേ, പൗർണമി എന്നാണ് മലയാളത്തിൽ അതിന് പറയാം. Some statements are given below. Tick the correct ones. A full moon is the day when the part of the moon on which the sunlight falls is completely visible from the earth. സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ. നെക്സ്റ്റ്, ദ വാക്സിംഗ് ക്രെസൻറ്റ് മൂൺ ഇസ് വിസിബിൾ ഓവർഹെഡ് അറ്റ് സൺസെറ്റ്. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദ വാക്സിംഗ് ക്രെസൻറ്റ് മൂൺ, വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ is visible overhead at sunset. The period of revolution of the moon at the period during waxing will be visible are the same. ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ മൂൺ ആൻഡ് ദ പീരീഡ് ഡ്യൂറിങ് വാക്സിംഗ് വിൽ ബി വിസിബിൾ ആർ ദ സെയിം. സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി ഓൺ ന്യൂ മൂൺ ഡേ. കറുത്ത വാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി ഓൺ ഫുൾ മൂൺ ഡേ. അടുത്ത എന്താ പറയുന്നത്? വെളുത്ത വാവ് ദിവസങ്ങളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കൂ. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺ ഓൾ ഫുൾ മൂൺ ഡേയ്സ്. അവിടെ പറഞ്ഞ എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകും. അത് ഫാൾസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. Write the name of picture A and picture B. ഫസ്റ്റ് വൺ എന്താണ്? എ എന്താണ്? സോളാർ എക്ലിപ്സ് ആണ് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? സൂര്യഗ്രഹണം. ഹൗ പിക്ചർ ബി ലൂണാർ എക്ലിപ്സ് അല്ലേ, ചന്ദ്രഗ്രഹണം. ഇവിടെ നമുക്ക് കാണുന്നത് ആദ്യത്തേത് എന്താണ്? പിക്ചർ എയിൽ കാണുന്നത് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണവും രണ്ടാമത്തേൽ കാണുന്നത് ലൂണാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണവുമാണ് കേട്ടോ. ഹൗ പിക്ചർ എ ഡിഫർ ഫ്രം പിക്ചർ ബി. നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ വെച്ചാൽ എ ബിയിൽ നിന്ന് എ എന്ന പിക്ചർ ബി എന്ന പിക്ചറിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പോകുന്നത്. വെൻ ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ എന്താ സംഭവിക്കുന്ന? മൂൺ റെയർലി കംസ് ഇൻ ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായിട്ടാണ് ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നത്. അറ്റ് ദ സ്റ്റാൻഡ് ദ മൂൺ ഷാഡോ ഫാൾസ് ഓൺ ദ എർത്ത്. ആ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക്, ആ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ എവിടെ വന്ന് വീഴും? ഭൂമിയിൽ വീഴും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് എന്ത് പറയുന്നത്? നമ്മൾ സൂര്യഗ്രഹണം. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. When the moon revolves round the earth, the moon rarely comes in between the earth and the sun in a straight line. At this time, the moon's shadow falls on the earth. People in the area where the moon's shadow falls cannot see the sun because the moon covers the sun. This is solar eclipse. A solar eclipse is visible only to those in the lunar shadow. Next,
നെക്സ്റ്റ് പിക്ചർ ബീൻ്റെ നോക്കാം. As the moon revolves round the earth sometimes comes between the sun and the moon in a straight line. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. At this time the moon will be in the shadow of the earth. This is the lunar eclipse. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ചന്ദ്രഗ്രഹണം. This is the lunar eclipse. Look at the pictures of different solar eclipses. First one, total solar eclipse, Purna Suryagrahanam. Second one, annular solar eclipse, Valaya Suryagrahanam. Partial solar eclipse, Bhagiga Suryagrahanam. In annular solar eclipses, the moon covers the sun, but the surface of the sun can be seen as a ring around the മൂൺ. സൂര്യനെ പൂർണ്ണമായും ചന്ദ്രൻ മറയ്ക്കുമ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും പതിക്കുന്നു. അതിനാൽ ഭൂമിയിലുള്ളവർക്ക് സൂര്യനെ കാണാൻ കഴിയുന്നില്ല. ഡ്യൂറിങ് പാർഷ്യൽ സോളാർ എക്ലിപ്സസ് the moon covers the sun partially. The sun can be seen as in the shape of a crescent. ഭാഗിക സൂര്യഗ്രഹണത്തിൽ ചന്ദ്രൻ ഭാഗികമായി മാത്രമേ സൂര്യനെ മറയ്ക്കുന്നുള്ളൂ. How can we observe a solar eclipse safely? Next question, how can we observe a solar eclipse safely? സൂര്യഗ്രഹണം എങ്ങനെയെല്ലാം സുരക്ഷിതമായിട്ട് നിരീക്ഷിക്കാമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ് ഡയറക്ട്ലി. നമുക്കറിയാം ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം. ബട്ട് ഒബ്സർവിംഗ് ദ സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഈസ് ഹാംഫുൾ ടു ദ ഐസ്. എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് എന്താണ്? നമ്മുടെ കണ്ണിന് ഹാനികരമാണ്. സോളാർ എക്ലിപ്സ് മസ്റ്റ് ബി ഒബ്സർവ് ഓൺലി ബൈ യൂസിങ് ഫിൽറ്റേഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ദ സൺറേസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഫിൽറ്ററുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ച് മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളൂ. സോളാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ് യൂസിങ് ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഇൻ ടെലിസ്കോപ്സ് ആൻഡ് ബൈനോക്കുലേഴ്സ്. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളൂ. എന്നൂടെ പറയാം. ഹൗ ക്യാൻ വി ഒബ്സർവ് എ സോളാർ എക്ലിപ്സ് സേഫ്ലി? ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ് ഡയറക്ട്ലി, ബട്ട് ഒബ്സർവിംഗ് ദ സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഇസ് ഹാർംഫുൾ ടു ദ ഐസ്. Solar eclipse must be observed only by using filters and reflecting the sun's rays in different ways. Solar eclipse can be observed using quality filters and telescopes and binoculars. Decorative glitter papers and unsafe X-ray films should not be used of observing solar eclipse. Sun, what is new moon and full moon and half moon? That's the fourth question. New moon occurs when the shadow side of the moon completely faces the earth. We cannot see the moon on this day. എന്നാണ് ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് നമ്മൾ അമാവാസി, കർത്തവാവ് എന്നൊക്കെ പറയുന്നത്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ന്യൂ മൂൺ ഡേയിൽ നമുക്ക് എന്താണ് ചന്ദ്രനെ കാണാൻ കഴിയില്ല. New moon occurs when the shadow side of the moon completely faces the earth. We cannot see the moon on this day. Full moon occurs when the illuminated part of the moon completely faces the earth. എന്താണ് ചന്ദ്രൻ്റെ illuminated part means എന്താ? പ്രകാശിത ഭാഗം, പ്രകാശമുള്ള ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി, നമ്മൾ വെളുത്ത വാവ് എന്ന് പറയുന്നത്. Full moon occurs when the illuminated part of the moon completely faces the earth. Next, half moon ആണ്. Half moon is seen when the half illuminated and half shadow portion of the moon faces the earth. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. അതിനാണ് ഹാഫ് മൂൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് വാനിങ് ഓഫ് ബ്ലാക്ക് ഹാലോ? എന്താണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം? വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ദ ഇല്ലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ, ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കീപ്സ് ഓൺ ഡിക്രീസിങ് ഫ്രം ദ ഫുൾ മൂൺ ടു ന്യൂ മൂൺ. എന്താണ് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ എന്ത് വരുന്നു? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു. ദിസ് പീരീഡ് ഇസ് നോൺ ആസ് ദ വാനിങ് ഓർ ബ്ലാക്ക് ഹാലോ എന്ന് പറയുന്ന ഈ പീരീഡിനെയാണ്. എന്നാണ്
ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് ദ ഇല്യൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഡിക്രീസിംഗ് ഫ്രം ദ full moon to new moon. This period is known as the waning. What is Vridikshayam? Vridikshayam, waxing and waning is the difference in viewing the illuminated and shadow portion of the moon as it revolves around the earth. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. എന്നാണ് വാട്ട് ഇസ് വൃദ്ധിക്ഷയം? വാക്സിംഗ് ആൻഡ് വാനിങ് ഇസ് ദ ഡിഫറൻസ് ഇൻ വ്യൂയിങ് ദ illuminated and shadow portion of the moon as it revolves around the earth. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. Next, the illuminated part of the moon is more visible as it moves from the new moon to the full moon. This is called as dash waxing of moon. Start. The illuminated part of the moon is more visible as it moves from the new moon to the full moon. This is called as waxing of moon. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് എന്താ പറയുക വൃദ്ധി. വാട്ട് ഇസ് ദ ബേസിസ് ഫോർ ദ കളർ വാരിയേഷൻ ഓഫ് സ്റ്റാർസ്? നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിന് അടിസ്ഥാനം എന്താണ്? ടെമ്പറേച്ചർ ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ താപനില. What happens when the moon is in a straight line between the sun and the earth? സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം. Next, choose the correct statement. First one, transparent objects produce shadow. അത് കറക്റ്റ് ആണോ? അല്ല അല്ലേ? സുതാര്യ വസ്തുക്കൾ നിഴലുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തെറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ഒബ്ജക്ട്സ് ഓൺ എർത്ത് ആർ ഒപ്പാക്. ഭൂമിയിൽ എല്ലാ വസ്തുക്കളും അതാര്യമാണോ? അല്ല. ഓൾ ഒബ്ജക്ട്സ് ഓൺ എർത്ത് ആർ ട്രാൻസ്പാരൻറ്റ്. ഭൂമിയിൽ എല്ലാ വസ്തുക്കളും സുതാര്യമാണോ? അതും അല്ല. അതെല്ലാം ഇൻകറക്റ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് എന്താ വരുന്നത്? ഒപ്പാക് ഒബ്ജക്ട്സ് പ്രൊഡ്യൂസ് ഷാഡോ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഒപ്പാക് ഒബ്ജക്ട് മീൻസ് അതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കുന്നു. ഒപ്പാക് ഒബ്ജക്ട് പ്രൊഡ്യൂസ് ഷാഡോസ്.